എവരിവൺ. ഹലോ എവരിവൺ. വെൽക്കം ടു സെൽ ആൻഡ് ബിയോണ്ട്. ഇത് നമ്മളിന്ന് നോക്കുന്നത് എൻസൈം കൈനറ്റിക്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ബയോ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻസൈം കൈനറ്റിക്സ് എന്ന് പറയുന്നത്. CSI നെറ്റ് അതുപോലെ ഗേറ്റ് PT എക്സൽ അതുപോലെ ലൈഫ് സയൻസിൻ്റെ എല്ലാ എക്സാമിനും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ തന്നെ നമുക്ക് മാക്സിമം ഞാൻ എൻഷുർ ചെയ്യുന്നു മാക്സിമം ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാനും ഈ പോർഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാനും എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൈക്കിളിസ് മെന്റൻ ഇക്വേഷനും ലൈൻ വീവർ ബർഗ് പ്ലോട്ടും അതുപോലെ തന്നെ എൻസൈം ഇൻഹിബിഷനുമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അത് നമ്മൾ പറയുന്നത് എൻസൈം കാറ്റലിക്സ് എന്താണെന്നാണ്. എൻസൈം കാറ്റലിക്സ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ റേറ്റിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് എൻസൈം കാറ്റലിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുന്നുണ്ടല്ലോ, എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ അതിൻ്റെ എന്തോരം ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുന്നതിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എൻസൈം കാറ്റലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആവാൻ എന്താ കാരണം? ഈ എൻസൈം കൈനറ്റിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് എൻസൈം മെക്കാനിസം അതുപോലെ ഡ്രഗ് ഡിസൈൻ ഇതിനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻസൈം കൈനറ്റിക്സ് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിയാക്ഷൻ റേറ്റ് എന്താണെന്നാണ്. നമ്മുടെ എൻസൈമിൻ്റെ റിയാക്ഷൻ റേറ്റാണ് നോക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമ്മൾ റിയാക്ഷൻ റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് V എന്നാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തോരം പ്രൊഡക്റ്റ് ഫോം ചെയ്തു, എന്തോരം കോൺസെൻട്രേഷനിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്തു പെർ യൂണിറ്റ് ടൈം, അതായത് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കോൺസെപ്റ്റിൽ പറയുവാണെങ്കിലോ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ സബ്സ്ട്രേറ്റ് കുറഞ്ഞ് പ്രൊഡക്റ്റായി മാറുമല്ലേ, അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ കേസ് പറയുവാണെങ്കിൽ മൈനസ്, അതായത് ഡിക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് ടൈം. സിമ്പിളായിട്ട് റിയാക്ഷൻ റേറ്റ് എന്തെന്ന് പറയുകയാണെങ്കിൽ, റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് ടൈം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്നാണ്. ഇനീഷ്യൽ വെലോസിറ്റി അഥവാ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് V0 എന്നാണ്. നമ്മുടെ ഏതൊരു റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിവേഴ്സ് റിയാക്ഷൻ, അതായത് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഇനീഷ്യലി 0 ആയിരിക്കില്ലേ, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ എന്ന് പറയാം. അതിനെയാണ് അപ്പോൾ നമ്മൾ ഏതൊരു റിയാക്ഷനും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ റേറ്റ് മാത്രം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് ഇനീഷ്യൽ വെലോസിറ്റി അഥവാ V0 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൈക്കിളിസ് മെന്റൻ മോഡലിനെയാണ്. ഇവിടെ ഈ കോൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്തത് 1913 അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡലിൽ പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് ആയിട്ട് കൂടി, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻസൈമും സബ്സ്ട്രേറ്റ് ആയിട്ട് കൂടി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി മാറുകയും അത് പിന്നീട് ആണ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ്. അതായത് നമ്മുടെ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടല്ലോ, അതെപ്പോഴും അതിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. നമ്മുടെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആവും. അതുപോലെ അത് തിരിച്ച് എൻസൈം പ്രൊഡക്റ്റ് ആവും, അല്ലെങ്കിൽ എൻസൈമും സബ്സ്ട്രേറ്റ് ആയി മാറും. എന്ത് വന്നാൽ തന്നെ നമ്മുടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യും ഓരോ റിയാക്ഷനിലും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിനെപ്പറ്റി കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി പറയുന്നത് മൈക്കിളിസ് കോൺസ്റ്റന്റ് അഥവാ കെഎമ്മിനെ പറ്റിയാണ്. ഇത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കെഎം എന്ന് പറയുന്നത്, അതായത് മൈക്കിളിസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ റേറ്റ് ഉണ്ടല്ലോ, റിയാക്ഷൻ റേറ്റിനെയാണ് ഈ Vmax എന്ന് പറയുന്നത്. നമ്മുടെ മാക്സിമം റിയാക്ഷൻ റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ പകുതി ആകുന്ന സമയത്തുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയാണ് Km എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ മാക്സിമം റിയാക്ഷൻ വെലോസിറ്റിയുടെ
ഹാഫ് ആവുമ്പോഴുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും വൈ ആക്സിസിൽ വരുന്നത് റിയാക്ഷൻ വെലോസിറ്റിയും ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കെ എം എന്താന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, വി മാക്സ് എന്താന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കെ എം എന്ന് പറയുന്നത് നമ്മുടെ വി മാക്സ് ഹാഫ് ആകുമ്പോഴുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയാണ് കെ എം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇവിടെ വരുന്നത് കെ എം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കെ എം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് കെ എം കുറവാണെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റിന് എൻസൈമായിട്ടുള്ള അഫിനിറ്റി കൂടുതലായിരിക്കും, ഹൈ അഫിനിറ്റി ആയിരിക്കും. ഹൈ അഫിനിറ്റി ആയിരിക്കും. അതായത് കെ എം കുറവാണെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റിന് എൻസൈമായിട്ടുള്ള അഫിനിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ തിരിച്ചും കെ എം കൂടുതലാണെങ്കിൽ സബ്സ്ട്രേറ്റ് അഫിനിറ്റി കുറവായിരിക്കും. ഓക്കെ അല്ലേ? എന്തായിരിക്കും കാരണം? കെ എം കുറവാണെങ്കിൽ നമ്മുടെ Vmax/2, അതായത് റിയാക്ഷൻ റേറ്റിന്റെ ഹാഫ് എത്താനുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറച്ച് മതി. കുറച്ച് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹാഫ് Vmax അറ്റൈൻ ചെയ്യും. അപ്പോൾ കുറച്ച് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഹാഫ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എൻസൈം ഹൈ അഫിനിറ്റി കാണിക്കും. ആണെങ്കിൽ അഫിനിറ്റി കുറവായിരിക്കും. അതുപോലെ കൂടുതൽ സബ്സ്ട്രേറ്റ് വേണ്ടി വരും നമ്മുടെ Vmax/2, അതായത് ഹാഫ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇത്രയും. അപ്പോൾ ലോ കെ എം ആണെങ്കിൽ അഫിനിറ്റി കൂടുതലും, ഹൈ കെ എം ആണെങ്കിൽ അഫിനിറ്റി കുറവുമാണ്. നെക്സ്റ്റ് നോക്കാം. ഇനി ഇക്വേഷൻ ആണ് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ ഒന്നും ഡിറൈവ് ചെയ്യാനോ ഒന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. അതൊന്നും ക്വസ്റ്റ്യൻ എന്തായാലും വരില്ല. നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന്. ഇക്വേഷൻ എന്ന് പറയുന്നത് അതേ കൊടുത്തിട്ടുണ്ട്. V0 is equal to V naught is equal to Vmax into substrate concentration by Km plus substrate concentration. അതായത് നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ടേംസിൽ പറയുവാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ വെലോസിറ്റി, അതായത് Vmaxും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ? റിയാക്ഷൻ റേറ്റും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ കണ്ടോ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കെ എമ്മിനെക്കാളും കുറവാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് കുറവായതുകൊണ്ട് തന്നെ എൻസൈം ആക്റ്റീവ് സൈറ്റിലെല്ലാം സബ്സ്ട്രേറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ, സബ്സ്ട്രേറ്റ് കുറവല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ മാത്രമാണ്. അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കേസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വരും? നമ്മുടെ ഈ കെ എം പ്ലസ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കെ എം ആയിട്ട് വരില്ലേ? ആയിട്ട് ഈക്വൽ ആവില്ലേ? അപ്പൊ നമ്മുടെ ഇത് എങ്ങനെ വരും? വി നോട്ട് ഈസ് ഈക്വൽ ടു Vmax ഇൻറ്റു സബ്സ്ട്രേറ്റ് ബൈ കെ എം എന്ന് വരില്ലേ? ഇവിടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ റിയാക്ഷൻ ഫാസ്റ്റ് ആക്കാൻ പറ്റില്ലേ? അപ്പം നമ്മുടെ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ മാത്രമല്ലേ? അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന്. എന്താ കാരണം? നമ്മുടെ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് സാച്ചുറേറ്റഡ് അല്ല. ഇനിയും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും തോറും നമ്മുടെ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേസമയം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിലോ ഇവർ ഫോളോ ചെയ്യുന്നത് സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ സാച്ചുറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിയാക്ഷൻ റേറ്റ് ഒന്നും ഇൻക്രീസ് ചെയ്യാൻ പോണില്ല. നമ്മുടെ അപ്പോൾ നമ്മുടെ അവിടെ ഈ ഒരു ഇക്വേഷൻ കെ എം പ്ലസ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്
സബ്സ്ട്രേറ്റ് ആയി മാറില്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? സബ്സ്ട്രേറ്റ് ക്യാൻസലായി ഇതെന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ഇങ്ങനെ വരില്ലേ? വി നോട്ട് ഈസ് ഈക്വൽ ടു വി മാക്സ് ഇൻറ്റു സബ്സ്ട്രേറ്റ് ബൈ കെ എം പ്ലസ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് എന്ന് വരില്ലേ? സബ്സ്ട്രേറ്റ് വെട്ടി മാറ്റുമ്പോൾ വി നോട്ട് ഈസ് ഈക്വൽ ടു വി മാക്സ് എന്ന് വരില്ലേ? കണ്ടോ? കൂടുതലാണെങ്കിൽ നമ്മുടെ എൻസൈം ഫോളോ ചെയ്യുന്നത് സീറോ ഓർഡർ നമ്മുടെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. അങ്ങനെ വരുമ്പോൾ വി നോട്ട് ബിക്കം വി മാക്സ്. അതുപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ നമ്മുടെ വി നോട്ട് ബിക്കം വി നോട്ട് ഇസ് ഈക്വൽ ടു വി മാക്സ് ബൈ കെ എം ഇൻറ്റു സബ്സ്ട്രേറ്റ് എന്ന് വരും. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് വരും. ഇത്രയും ഓക്കെ അല്ലേ? നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വി മാക്സും ടേൺ ഓവർ നമ്പറും ആണ്. വി മാക്സ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. വി മാക്സ് എന്താണ്? നമ്മുടെ റിയാക്ഷൻ മാക്സിമം റിയാക്ഷൻ റേറ്റിനെയാണ് അത് ഓൾറെഡി പറഞ്ഞത് കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ എൻസൈമിന്റെ എല്ലാ ആക്റ്റീവ് സൈറ്റും സബ്സ്ട്രേറ്റ് വഴി സാച്ചുറേറ്റഡ് ആകുമ്പോൾ അറ്റൈൻ ചെയ്യുന്നതാണ് വി മാക്സ് എന്ന് പറയുന്നത്. വേറെ നെക്സ്റ്റ് പറയുന്നത് ടേൺ ഓവർ നമ്പർ. ഈ ടേൺ ഓവർ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കെ കാറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് കംപ്ലീറ്റ്ലി സബ്സ്ട്രേറ്റ് വെച്ച് സാച്ചുറേറ്റഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ എൻസൈമും എന്തോരം സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റായി മാറ്റുന്നു ഓരോ സെക്കൻഡിലും. അതായത് നമ്മുടെ ഓരോ എൻസൈമും എന്തോരം സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റായി മാറ്റുന്നതാണ് പെർ ടൈമിൽ മാറ്റുന്നതാണ് കെ കാറ്റ് അഥവാ ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. കെ കാറ്റിൻ്റെ സിംപ്ലി പറയുവാണെങ്കിൽ വി മാക്സ് ബൈ ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ. ഇതെന്തിനാണ് ഈ കെ കാറ്റ് അഥവാ ടേൺ ഓവർ നമ്പർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എൻസൈമിൻ്റെ റിയാക്ഷൻ എന്തോരം ഫാസ്റ്റ് ആണ് സ്ലോ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് കെ കാറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ കെ കാറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ എൻസൈം കാറ്റ് കുറവാണെങ്കിൽ എൻസൈം കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലൈൻ വീവർ ബർക്ക് പ്ലോട്ട് അഥവാ ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ എന്താ നോക്കിയേ? എക്സ് ആക്സിസിൽ നമ്മളുടെ ഇക്വേഷനിൽ എക്സ് ആക്സിസ് എന്താണ്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് എടുത്തേക്കുന്നത്. ഇവിടെ 1 സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇതെന്തായാലും നോട്ട് ചെയ്യേ. ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട് എന്ന് പറയുമ്പോൾ മറ്റേതിൻ്റെ നേരെ എല്ലാം ഡബിൾ റെസിപ്രോക്കൽ എടുത്തു, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് കെ എമ്മും വി മാക്സും ഒക്കെ കണ്ടുപിടിക്കാനാണ് ഈ പ്ലോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്നത് 1 സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും വൈ ആക്സിസിൽ വരുന്നത് 1 വി നോട്ടും ആണ്. ഇനി ഇവിടെ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്പ് എന്താണെന്ന് നോക്കണം. സ്ലോപ്പ് എന്ന് പറയുന്നത് കെ എം ബൈ വി മാക്സും അതുപോലെ എക്സ് ഇൻ്റർസെക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ എങ്ങനെയായിരുന്നു? വൈ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നത് അവിടെ വി മാക്സ് ബൈ 2 ആയിരുന്നില്ലേ? ഇവിടെ വൈ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നത് 1 വി മാക്സ് ആണ്. -1 കെ എം ആണ്. എന്തുകൊണ്ട് മൈനസ് വന്നു? ഇവിടെ എന്താണെന്നെല്ലാം മനസ്സിലായില്ലേ? നെഗറ്റീവ് സൈഡിലേക്കല്ലേ പ്ലോട്ടിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. സീറോൻ്റെ ഇപ്പുറത്ത് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നെഗറ്റീവ് വന്നില്ലെന്ന് ചോദിച്ചാൽ ഇത് ഈ വൈ ഇൻ്റർസെക്റ്റ് ഇങ്ങോട്ടേക്ക് പോയിട്ടാണെങ്കിൽ അവിടെയും നെഗറ്റീവ് വന്നാൽ. ഇൻഹിബിഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ്
എന്തായിരിക്കും ഈ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത്? എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻഹിബിറ്ററിൻ്റെ പ്രസൻസിൽ നമ്മുടെ എൻസൈം ആക്ടിവിറ്റിനെ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ എൻസൈം ഇൻഹിബിറ്റർ നമ്മുടെ എൻസൈമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വ്യത്യാസത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്നും നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്നും അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്നും പറയുന്നത്. ഇവിടെ ഓരോ ടൈപ്പിനും കെ എമ്മും വി മാക്സും ഡിഫറെൻ്റ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രാഫായിട്ട് മനസ്സിലാക്കാം. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനാണ് ഫസ്റ്റ് പറയുന്നത്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ട്രേറ്റ് കുറച്ച് കൂടുതൽ ഇട്ടുവാണെങ്കിൽ നമ്മുടെ ഈ ഇൻഹിബിഷൻ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള എൻസൈമിനെയാണ് ഇൻഹിബിറ്റർ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ 1/V0 എന്ന് പറയുന്നത് y ഇന്റർസെക്റ്റ് അൺചേഞ്ച് ആണ്. കണ്ടോ, y ഇന്റർസെക്റ്റിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, പക്ഷെ എക്സ് ഇന്റർസെക്റ്റ് 0 ആയിട്ട് ക്ലോസ് ആവുന്നു. അപ്പോൾ y ഇന്റർസെക്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ വി മാക്സ് അൺചേഞ്ച്ഡ് ആണ്. പക്ഷേ എക്സ് ഇന്റർസെക്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലേ? എങ്ങനെയാണ്? 0ൻ്റെ ക്ലോസ് ആവുന്നതുകൊണ്ട് കെ എം ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ലോപ്പും ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കെ എം ബൈ വി മാക്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ബോത്ത് ഫ്രീ ആയിട്ടുള്ള എൻസൈമിനും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ പോലെ ആക്റ്റീവ് സൈറ്റിലല്ല, മറിച്ച് അല്ലോസ്റ്റെറിക് സൈറ്റിന് വേണ്ടിയാണ് ബൈൻഡ് ചെയ്യുന്നത്. നമ്മുടെ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ അല്ലോസ്റ്റെറിക് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ബോത്ത് ഫ്രീ ആയിട്ടുള്ള എൻസൈമിനെയും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് അൺഎഫക്റ്റഡ് ആയിരിക്കും, പക്ഷേ എൻസൈം ആക്ടിവിറ്റിനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എൻസൈം ആക്ടിവിറ്റിനെ ചെയ്യുവാണെങ്കിൽ സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ അല്ലോസ്റ്റെറിക് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എൻസൈം ആക്ടിവിറ്റീനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് ഇന്റർസെക്റ്റ് സെയിം ആണ്, പക്ഷെ വൈ ഇന്റർസെക്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ് ഇന്റർസെക്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ കെ എം അൺചേഞ്ച്ഡ് ആണ്. ബട്ട് വൈ ഇന്റർസെക്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് അപ്പോൾ വി മാക്സ് ഡിക്രീസ് ചെയ്യുന്നത്. വൈ ഇന്റർസെക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വി മാക്സ് ഡിക്രീസ് ചെയ്യുന്നു. ഇത്ര ഓക്കെ അല്ലേ? നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഓഫ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഓർത്താൽ മതി. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫ്രീ ആയിട്ടുള്ള എൻസൈമിനെയും എൻസൈം സെപ്പറേറ്റ് കോംപ്ലക്സിനെയും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിനെ ഫ്രീ ആയിട്ടുള്ള എൻസൈമിൽ മാത്രമേ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. ഇവിടെ ഓൺലി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ മാത്രം ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാകും, കാരണം പാരലൽ ആയിട്ടുള്ള ഗ്രാഫാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോത്ത് വി മാക്സും കെ എമ്മും രണ്ടും ഒരു പാരലൽ ആയതുകൊണ്ട് തന്നെ വി മാക്സും കെ എമ്മും പ്രൊപ്പോർഷണലി ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതെന്തായാലും ക്വസ്റ്റ്യനിൽ ഒരുപാട് ഗ്രാഫ് വെച്ചിട്ടും ഇത് തമ്മിൽ കമ്പയർ ചെയ്യാനും ഇൻട്രാക്ഷനും എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നോക്കി വയ്ക്കുക. ഈ ഗ്രാഫ് പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ PPTയും ഇതിൻ്റെ ഒരു റാപ്പിഡ് ഫയർ നോട്ട്സും വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും സെൻഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന്
എല്ലാം ഒന്ന് ഫൈനലായിട്ടൊന്ന് കമ്പയർ ചെയ്താലോ? കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിൽ എങ്ങനെയായിരുന്നു? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ കെ എം ഇൻക്രീസ് ചെയ്തില്ലേ? വി മാക്സ് സെയിം ആയിരുന്നില്ലേ? വൈ ആക്സിസിലായിരുന്നില്ലേ? കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിലോ? നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ വി മാക്സ് ഡിക്രീസ് ചെയ്യുകയും കെ എം അൺചേഞ്ച്ഡ് ആയിരുന്നു. ായിരുന്നു ഇന്റർസെക്ട് ചെയ്തത്. ഈ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിലോ? ഡിക്രീസ് ചെയ്തിരുന്നു. ഇവിടെ പാരലൽ ആയിരുന്നു നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഈ കമ്പാരിസൺ ക്വസ്റ്റ്യനിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ എൻസൈം കൈനറ്റിക്സും എൻസൈം ഇൻഹിബിഷനും മനസ്സിലായി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലോജിക്കും ഈ ഗ്രാഫും മനസ്സിലായി ഈ മെമ്മറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായാലും ഈ ഒരു പോർഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പി പി ടിയും റാപ്പിഡ് ലാസ്റ്റ് മിനിറ്റ് നോട്ട്സും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഞാനത് അയച്ചു തരാം. ഇപ്പോൾ ഗേറ്റ് എക്സാം തൊട്ടടുത്താണ്. അപ്പോൾ റാപ്പിഡ് റിവൈസ് നോട്ടാണ് വേണ്ടതെങ്കിൽ പറയുക. എന്തായാലും അത് ഇപ്പോൾ നോക്കാനുള്ള ടൈമുള്ളൂ. എന്തായാലും ക്രിസ്പ് ആയിട്ടുള്ള നോട്ടാണ്, നിങ്ങൾ എന്തായാലും നോക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് സെൽ ആൻഡ് ബിയോണ്ട്. അടുത്ത ലെക്ചറിൽ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഹലോ 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 ഹലോ.